ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ ഒരു വിധത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. സത്യമല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതിൻ്റെ തന്നെ ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. നമ്മൾ ആരെയും അതിൽ കൂടുതലും സ്ത്രീകളാണ് നെഗറ്റീവ് കമന്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം സ്ത്രീകൾ തന്നെയാണ് ശത്രുക്കൾ. പിന്നെ അവർക്ക് എങ്ങനെ സ്വാതന്ത്ര്യം ലഭിക്കാനാണ്? ഇനി ഞാൻ സംസാരിക്കാൻ വന്ന സ്വാതന്ത്ര്യം എന്നതിലുപരി സുരക്ഷയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നത്. കാരണം സ്ത്രീകൾ ഇപ്പോൾ സുരക്ഷിതരാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലുമല്ല, സ്ത്രീകൾ ഇപ്പോഴും സുരക്ഷിതരല്ല. നമ്മുടെ ഈ ലോകത്ത് ഇപ്പോഴും സുരക്ഷിതരല്ല. ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം. കാരണം സ്ത്രീകളെ ഇപ്പോഴും കാമ കണ്ണോടുകൂടി മാത്രം കാണുന്ന കുറേ ആൺവർഗങ്ങളുണ്ട്. അത് കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്ന മുതുക്ക് പിടിച്ചവന്മാർ വരെയുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മുതുക്ക് പിടിച്ചവന്മാർക്കാണ് ഈ കാമക്കൂത്തിനോട് കൂടുതലും താല്പര്യം. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ മുതുക്കന്മാരെ അവർക്ക് ഇങ്ങനെയുള്ള വികാരങ്ങൾ ഇപ്പോൾ കൂടി വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് എവിടെയാണ്, ഈ ബസ്സിലാണോ, വീട്ടിലാണോ, അത് പൊതുസ്ഥലങ്ങളിലാണോ, ഇങ്ങനെയൊന്നുമില്ല. എവിടെ സ്ത്രീകളെ കണ്ടാലും അവർക്കൊരു നെഗറ്റീവ് തോട്ട് അവരുടെ മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്താണ് കാണിക്കുന്നതെന്ന് അവർക്ക് തന്നെ ബോധമില്ലാന്ന്. എനിക്ക് ബോധമില്ലാത്തതിൻ്റെ അല്ല, ഒന്നാം തരത്തിൽ പറഞ്ഞാൽ നല്ല ഒന്നാന്തര അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു പൊതുസ്ഥലത്ത് വന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇവർ മനസ്സിൽ ചിന്തിക്കുന്നില്ലേ, എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എനിക്കുണ്ടായ എൻ്റെ മക്കൾ, അവരുടെ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ അവരുടെ ഭാര്യമാര്, അവരുടെ കുടുംബം, ഈ നമ്മുടെ ഇത്രയോ ഫാമിലികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര മുഖം ബ്ലറാക്കി കാണിച്ചാലും നമുക്കൊരു അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ എവിടെ നിന്നാലും എത്ര ബ്ലറാക്കി മുഖം കാണിച്ചാലും ശരീരപ്രകൃതി നമുക്ക് മനസ്സിലാവും. അപ്പം ഈ പുള്ളിക്കാരനെ ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞാണ്. അതേ ഞാനൊരു മുതുക്കനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ തന്നെ പറയാനാണ് എനിക്കിഷ്ടം. കാരണം അവൻ എന്ത് ചേഷ്ടകളാണ് കാണിക്കുന്നത്, അതും ഒരു ബസ് യാത്രക്കിടെ. അപ്പൊ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്ത്രീകള് ബസ് യാത്രയുടെ സമയത്ത് പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല. അറിയാമോ? സ്ത്രീകൾ അപ്പൊ പോലും അത്രയും പൊതുസ്ഥലത്ത് വെച്ച് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ഒരു സ്ത്രീകൾ സുരക്ഷിതരല്ല. അവരനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാം തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിലുള്ള ആരെങ്കിലും ഇവനെക്കിട്ടൊക്കെ നല്ല ശരിക്ക് അടി കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. ഇത്രയും പ്രായം ചെന്നിട്ടും കൊച്ചു പെൺകുട്ടികളായിക്കോട്ടെ, അവരാരാണെന്ന് നമുക്കറിയില്ല, കൊച്ചു പെൺകുട്ടികളായിക്കോട്ടെ, സംസാരം കേട്ടാൽ അറിയാം, വലിയ പ്രായം ചെന്നവരായിരിക്കത്തില്ല. പക്ഷെ ആ പുള്ളിക്കാരൻ കാണിക്കുന്ന ചേഷ്ടകൾ എന്തൊക്കെയാണ്? അപ്പൊ താഴെ ഞാൻ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും എന്ത് കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഏതായാലും വീഡിയോ നമുക്കൊന്ന്. ഈ ഒരു കൈ മാത്രം കണ്ടാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും, ആ അപ്പച്ചന് ഇരിക്കാനൊരു സപ്പോർട്ടിനാണ് ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പച്ചന്റെ മറ്റേ കൈയും കൂടെ കാണുന്നുണ്ട്. അപ്പച്ചൻ മറ്റേ കൈ കൊണ്ട് ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് 1-2 തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വിരല് വരുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് സ്വാധീനക്കുറവ് വല്ലതും കാണും, അതുകൊണ്ടാണ്. പക്ഷെ കൈക്ക് സ്വാധീനക്കുറവല്ല, കുറച്ചല്പം കൂടുതലാന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. സൈൻ ലാംഗ്വേജിൽ അപ്പച്ചൻ എന്തോ നമ്മുടെ അടുത്ത് പറയാനുണ്ട് കാര്യമായിട്ട്. പക്ഷെ അപ്പച്ചനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അണ്ടർ സെക്ഷൻ 294 ഓഫ് IPC പബ്ലിക് ന്യൂസൻസ് ആണ്, സെക്ഷൽ ഹറാസ്മെന്റും ആണ്. ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയണമെന്നും അല്ലെങ്കിൽ എണീറ്റ് അപ്പച്ചന്റെ തലമുണ്ടക്കിട്ട് 2 കൊടുക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ഇപ്പൊ എന്റെ ചെലവില് ഇങ്ങനെ 2 ആഴ്ചത്തെ മട്ടൻ കറി അവിടെ പോയി കഴിക്കണ്ട. കൊല്ലത്തെ മാതാവിന്റെ കുരിശടി എത്തിയപ്പോഴത്തേക്ക് ഈ കയ്യും കൊണ്ട് കുരിശ് വരയ്ക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അഭിനയ സിംഹം. ഈ ഒരു പ്രമുഖനെ 4 പേര് അറിയണ്ടേ? ഈ ഒരു ഷർട്ടോ, ഈ തലയോ, ഈ സ്പെക്സോ, ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ പക്ഷം ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുമല്ലോ. ഞങ്ങൾ പുറകിലിരുന്ന 2 പെണ്ണുങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് പാവം ഒരുപാട് പെടാപ്പാട് പെട്ട് 2 സൈഡിൽ നിന്നും കൂടെ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേര് കണ്ടപ്പോ എന്ത് മനസ്സംതൃപ്തിയാണോ പുള്ളിക്ക് കിട്ടിയത്, അത് നിങ്ങൾ എല്ലാരും കാണുമ്പോൾ കുറച്ചധികം കിട്ടൂലേ. ഈ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് നടത്തി കൊടുക്കണ്ടേ? അപ്പൊ ഷെയർ ചെയ്തോളൂ കേട്ടാ. വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഉറപ്പായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എൻ്റെ അതേ അഭിപ്രായമാണോ നിങ്ങളുടെ തന്നെ? ഞാൻ ചുമ്മാതെയല്ല ഒരു കാര്യം സംസാരിച്ചത്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുകയും ചെയ്തു. കാരണം ഇതുപോലെ എന്താണ് അവർ കാണുന്നുണ്ടോ എന്ന് പുള്ളിയുടെ ആ ഒരു വെപ്രാളവും തല ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നതും കാണിക്കുന്നുണ്ടോ? ആ ആംഗ്യങ്ങളൊക്കെ പുള്ളി കാണിക്കുന്നുണ്ട്.
ഇത്രയും പ്രായം ചെന്നൊരു മനുഷ്യൻ നല്ല രീതിയിൽ വസ്ത്രധാരണമൊക്കെ നടത്തി നല്ലൊരു ലുക്കിൽ വന്നിരുന്നിട്ട് പുള്ളി കാണിക്കുന്ന ചേഷ്ടകൾ കണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം, നമ്മൾ കാണുന്ന പോലെ അല്ല ഒരു മനുഷ്യനുള്ളിൽ അവർ വേറൊരു മനുഷ്യനാണ്. പുറമേ കാണുന്നത് വെച്ചിട്ട് ഒരു മനുഷ്യനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അയ്യോ ഒരു പാവമാണ്, അവർ തേങ്ങയാണ് മാങ്ങയാണെന്നൊന്നും ചിന്തിച്ച് കളഞ്ഞേക്കരുത്. ഒരു മനുഷ്യരും നമ്മൾ പുറമേ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ കാര്യം വന്ന് പറയാൻ ഞാൻ തീരുമാനിച്ചതിൻ്റെ മെയിൻ കാര്യം എന്നാണെന്നറിയാമോ, ഞാനും ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മ തന്നെയാണ്. അപ്പം എൻ്റെ കുഞ്ഞ് വളർന്നു വരികയാണ്. ഒരു മക്കളും സേഫ് അല്ല. എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ജോലിക്ക് പോവുകയാണ്, നമ്മുടെ അടുത്തുള്ള വീട്ടിലാക്കാം, അവിടെ ചെറിയ ഒരു കൊച്ചനെ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രായം ചെന്ന അച്ഛനേ ഉള്ളൂ, വീടോടാ പ്രായം ചെന്ന അച്ഛനേ ഉള്ളൂ. അപ്പോൾ അവരെൻ്റെ കുഞ്ഞിനെ സേഫായിട്ട് നോക്കിക്കോളൂ, ഇത്രയും വർഷമായിട്ട് എനിക്ക് പരിചയമുള്ളതാണ്, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ഒരാൾക്കാരുടെ കയ്യിലും നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കരുത്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മെയിനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല ഒരുമാതിരി പ്രായം ചെന്ന ഒരു കുഞ്ഞിനെയാണെങ്കിൽ പോലും ഏൽപ്പിക്കരുത്. കൊച്ചു കുഞ്ഞുങ്ങളെ സഹിതം, അതും ആൺകുഞ്ഞുങ്ങളെ പോലും ഏൽപ്പിക്കരുത്. കാരണം പ്രകൃതി വിരുദ്ധ പീഡനവും ഈ കാലത്ത് ഒരുപാട് നടക്കുന്നുണ്ട്. ആണിനെയും വിശ്വസിക്കരുത്. അതിപ്പം ചെറിയ ചെറുക്കനെ ആ വീട്ടിലുള്ളൂ, അവൻ നല്ലതായിട്ട് നോക്കും എന്ന് വിചാരിക്കരുത്. കുഞ്ഞു പയ്യന്മാർക്ക് സഹിതം ഇപ്പം സകല കാര്യങ്ങളും അറിയാവുന്ന കാലമാണ് ഇന്നത്തത്. അപ്പം നമ്മൾ ഒരിക്കലും ഒരാളുടെ കയ്യിലും നമ്മുടെ കുഞ്ഞിനെ സേഫ് ആണെന്ന് വിചാരിച്ച് ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എവിടെയും പോകാൻ ശ്രമിക്കുക. നമ്മൾ പോയി കഴിയുമ്പോഴായിരിക്കും അവരുടെ തനി സ്വഭാവം അവർ പുറത്തെടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്കത് പറയാനും മടിയായിരിക്കും, അവരത് സഹിക്കാൻ ശ്രമിക്കും. കൂടുതൽ കുഞ്ഞുങ്ങളും അതെ പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യത്തില്ല. അപ്പം ദൈവത്തെ ഓർത്ത് നമ്മളിപ്പോൾ തന്നെ ബാട്ടച്ച് എന്താണ് ഗുഡ് ടച്ച് എന്താണെന്നൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്നില്ല, അങ്ങനെ പറഞ്ഞ് പിള്ളേരെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. അതൊരിക്കലും പാടായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മുടെ ദേഹത്ത് ഒരാൾ തൊടുമ്പോൾ അത് ബാഡ് ടച്ച് ആണോ ഗുഡ് ടച്ച് ആണോ എന്നൊക്കെ ഈ കുഞ്ഞു പ്രായം തൊട്ടേ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കാൻ ശ്രമിക്കുക. എനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ആരുടെയും കയ്യിൽ കൊടുക്കുന്ന അങ്ങനെയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അത് നമ്മുടെ ഇന്നത്തെ കാലത്തിൻ്റെ ഇതായതുകൊണ്ടാണ്. നമ്മുടെ വീട്ടുകാരെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക, ബാക്കിയുള്ളവരെ ആരും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. അതായിരിക്കും എനിക്ക് ഒരുപാട് കലിയാണ് തോന്നിയത്. ഇങ്ങനെയുള്ള കുറേ കിളവന്മാരുണ്ടല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞ ആൾക്കാർ പറയുന്നത് ശരിയാണ്, കിളവന്മാർക്കാണ് ഇപ്പം കൂടുതലും പെൺപിള്ളേരെ കാണുമ്പോൾ ഈ ഞരമ്പ് രോഗം കൂടുതലുള്ളത്. ഒരു കിളവന്മാരെയും കണ്ണടച്ച് വിശ്വസിച്ചേക്കരുത്, എനിക്കതാ പറയാനുള്ളത്. എന്ന് പറഞ്ഞിപ്പോൾ ഞാൻ വീട്ടിലുള്ളവരെ പറഞ്ഞു അങ്ങനെയൊന്നും ആക്കിയെടുക്കരുത്. ഞാൻ ഒരു കാര്യം സംസാരിച്ചത് തന്നെ വളച്ചൊടിച്ച് വേറെ രീതിയിലായി. ഞാൻ അങ്ങനെ ഒരാൾക്കാരെ ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ആരെയും വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകരുത് എന്നാണ് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ സത്യമായിട്ട് ശ്രദ്ധിച്ച പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ച് പുള്ളിയുടെ വീട്ടുകാർ പുള്ളിനെ ക്യാച്ച് ചെയ്ത് കാണും. അപ്പോൾ പുള്ളി വീട്ടിൽ ചെന്നാലുള്ള അവസ്ഥ അതുമല്ല പുള്ളിക്ക് ആൺമക്കൾ ഉള്ളതാണോ പെൺമക്കളാണ് ഉള്ളതെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അച്ഛൻ്റെ അടുത്ത് പോകരുത്. ഇവനൊക്കെ ഇങ്ങനെയുള്ള തോട്ടും കാര്യങ്ങളും വരുമ്പം ഭാര്യയാണോ മക്കളാണോ ആരാണ് ഇങ്ങനെയുള്ള വിചാരം ഒന്നും കാണത്തില്ല. എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ആൺമക്കളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് കൊച്ചുമക്കളൊക്കെ ഉള്ളതാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ളവന്മാരുടെ കയ്യിൽ കൊച്ചുമക്കളെ ഏൽപ്പിച്ചിട്ട് ഒരു സ്ഥലത്തോട്ടും പോയേക്കരുത്. ഇവന്മാരൊക്കെ എന്നാ ചെയ്തു വെക്കുന്നത് നമുക്ക് പോലും പറയാൻ പറ്റത്തില്ല. നമ്മൾ വേറെ പല സാഹചര്യങ്ങളിലും ഇതൊക്കെ അറിയാൻ പോലും പറ്റത്തുള്ളൂ. ദൈവത്തെ ഓർത്ത് ഇവൻ്റെയൊക്കെ വീട്ടുകാരറിഞ്ഞു, അവരുടെ ഫാമിലി അറിഞ്ഞു, ബാക്കിയുള്ളവരുടെയൊക്കെ മുന്നിൽ അവർ നാണം കെട്ട് നിൽക്കുമായിരിക്കും. സത്യം പറഞ്ഞാൽ എത്ര ബ്ലറാണെന്ന് പറഞ്ഞാലും ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും ആളാരാന്ന്. അവരുടെ വീട്ടുകാർക്ക് ഏതായാലും മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളവൻ്റെയൊക്കെ ഫേസ് കാണിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ആ വീട്ടുകാർക്ക് മോശമാണ്. പക്ഷേ ഇങ്ങനെയുള്ളവൻ പുറത്തിറങ്ങി കാണിക്കുന്ന തോന്നിവാസം എന്താണ്? ബ്ലർ ചെയ്യാതെ ഫേസ് കാണിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് ഇത് കണ്ടപ്പോൾ ഇത്രയും പറയണമെന്ന് തോന്നി. നമ്മുടെ കുഞ്ഞുങ്ങളെയെങ്കിലും നമ്മൾ ഞാൻ കുഞ്ഞു കുട്ടികൾ എന്ന് ഉദ്ദേശിച്ചത് തീരെ കുട്ടികളെ എന്നല്ല പറയുന്നത്. ഏത് പ്രായത്തിലുള്ളതാണെങ്കിലും നമ്മൾ പെൺകുട്ടികളെ കൂടുതൽ സുരക്ഷിതരായി വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആൺകുട്ടികളെ സൂക്ഷിക്കുക. കാരണം പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സേഫ് ആക്കുക. അമ്മമാർ നോക്കുന്നില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും നമ്മൾ ബാഡ് ടച്ചും ഗുഡ് ടച്ചും അതുപോലെ തന്നെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും എല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കി വളർത്താൻ ശ്രമിക്കുക. ഇതുപോലുള്ള വീഡിയോസ് കാണിച്ചു കൊടുക്കുക.
കൊടുക്കുകയും നമ്മൾ ചെയ്യുക. കാരണം മനസ്സിലാക്കുക ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ഏജായ കുട്ടികളാണെങ്കിൽ പുറത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ നമ്മളൊന്ന് ബോധേഡാക്കി വെക്കുക. അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏതായാലും ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഇതുപോലെ മുതുക്കു പിടിച്ച കുറേ കിളവന്മാരുണ്ട്. കിളവന്മാരെ പ്രത്യേകം സൂക്ഷിക്കാൻ ശ്രമിക്കുക. എനിക്കതാണ് പറയുന്നത്. കൊച്ചു കുഞ്ഞാന്ന് പറഞ്ഞ് നമ്മുടെ പെൺകുട്ടികളെ അവരുടെ കൂട്ടത്തിൽ വിടുകയൊന്നും ചെയ്യാതിരിക്കുക.